വിശുദ്ധമായ ദീനിൻ്റെ വലിയ സന്ദേശങ്ങളെ നമ്മൾ പലപ്പോഴും ഈ സെഷനുകളിൽ ചർച്ച ചെയ്യാറുണ്ട്. അതിലെപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന, നമ്മൾ പലപ്പോഴും പ്രതിപാദിച്ചു പോയ ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ട വ്യക്തികളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒക്കെ. അക്കൂട്ടത്തിൽ നമ്മൾ വലിയ പരിഗണനയോടെ ചർച്ച ചെയ്യേണ്ടുന്ന, പലപ്പോഴായി ഇങ്ങനെ വന്നുപോയ ഒരാൾ കൂടിയാണ് അയൽവാസികൾ എന്നൊരു വിഷയം. നമ്മുടെ ചുറ്റിൽ ജീവിക്കുന്നവർ എന്നതിനോടൊക്കെ അപ്പുറത്ത് നമ്മളുമായി വല്ലാത്തൊരു ബന്ധമുള്ളവരാണല്ലോ അയൽവാസികൾ. നമ്മളെ അറിയുന്നുണ്ട് അവർ. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും അവർക്കറിയാം, നമ്മളുടെ മികവുകൾ അവർക്കറിയാം, നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ അവർക്കറിയാം. അങ്ങനെ നമ്മളോട് ശരിക്കും ഒരു കുടുംബത്തെ പോലെ വലിയ ബന്ധമുള്ള ഒരു ആളുകൾ തന്നെയാണ് ഈ അയൽവാസികൾ. അയൽവാസികളെക്കുറിച്ച് വിശുദ്ധ ദീനിൽ വലിയ സങ്കല്പങ്ങളുണ്ടെന്നും അതിന് വലിയ പ്രത്യേകതകളുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കുറച്ചുകൂടി നന്നായി അയൽവാസികളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ വീട് അന്വേഷിക്കുന്നതിന് മുമ്പ് അയൽവാസി അന്വേഷിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ വീടെടുക്കേണ്ട ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് ചുറ്റുവട്ടം ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, വീടിനേക്കാൾ അല്ലെങ്കിൽ വീടോളം തന്നെ പ്രാധാന്യം അയൽവാസികൾക്കുണ്ട് എന്നുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് നിരന്തരം ഉപദേശിക്കാറുണ്ട് അയൽവാസികളുടെ വിഷയത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാണുമ്പോഴൊക്കെ ഈ വിഷയം പറയും, എത്ര അയൽവാസികളുടെ കാര്യം. ലാസ്റ്റ് എനിക്ക് തോന്നിപ്പോയി, ഇനി ജിബ്രീലിൻ്റെ വരവിൽ മരണപ്പെട്ടാൽ അനന്തര സ്വത്തിന് അവകാശവും കൂടി അയൽവാസികൾക്ക് ഉണ്ട് എന്ന് പറയുമോ എന്ന് വരെ തോന്നിപ്പോയി. പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അയൽവാസികളുടെ വിഷയം പരിഗണിക്കണം എന്നാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. നബിയെ, ഞാൻ നല്ല ആളാണോ മോശം ആളാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ അയൽവാസി എന്താണ് പറയുന്നത് എന്ന് നോക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഷഹാദത്തുൽ ജാരി ഷഹാദത്തുല്ലാഹി, സ്വാലിഹാണോ ത്വാലിഹാണോ, നല്ല ആളാണോ മോശം ആളാണോ എന്ന് വേർതിരിയുന്നത് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ഭൗതികമായോ മതപഠനത്തിൽ ഉണ്ടായ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ പല നിലക്കുമായിരിക്കും, പിന്നെ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ ആയിട്ട്. പക്ഷെ അയൽവാസി നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിഗണന. മത്ത അക്കൂനു സ്വാലിഹൻ, ഞാൻ എപ്പോഴാണ് സ്വാലിഹാവുക, അയൽവാസി പറയട്ടെ. ഭയങ്കര വർത്താനാണല്ലോ അത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയണമെങ്കിൽ, എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്നവനല്ല എന്നുള്ളത് കൂടിയാണ്. അപ്പം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുന്നവൻ തിന്നുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ആരാണ് ഈ അയൽവാസി? 4 ഭാഗത്തു നിന്നുള്ള 40 വീട്ടുകാരാകുമ്പോൾ 160 വീടായി. അപ്പോൾ ആ പഞ്ചായത്തിലെ ഒരു വീട്ടുകാരും പട്ടിണി കിടക്കരുത് എന്ന് മനസ്സിലായി. തൊട്ടടുത്ത വീട് മാത്രമല്ല, അല്ല. അത്രയും വീട്ടുകാർ വയറ് നിറക്കുന്നുണ്ട്, അഥവാ അവരുടെ വിഷമങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാവുന്നത്, യഥാർത്ഥ മുസ്ലിം ആവുന്നത് എന്നർത്ഥം. മഹല്ലത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ശ്രദ്ധയും ഒക്കെ വേണം തന്നെയാണ്. അതെ. ചുറ്റുവട്ടം നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഖുദ്സി ഹദീസ് ഉണ്ട്. ആഖിറത്തിലെത്തിയാൽ അള്ളാഹു ചോദിക്കും അത്രേ, മരിൽത്തു ഫലം തഅുദുനി, നീ എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ, ഞാൻ രോഗിയായിരിക്കെ. ഞാൻ പട്ടിണി കിടക്കുമ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, നീ എങ്ങനെ രോഗിയാവാനോ? അല്ല, നിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾ രോഗിയായപ്പോൾ അഥവാ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പൊരുത്ത് അവിടെ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റ് നമ്പർ 8 ആ വെള്ള പെയിൻ്റ് അടിച്ച 4ാമത്തെ വീട്ടുകാരെ നീ അന്വേഷിച്ചോ എന്നാണ് പള്ളിയിൽ പോയി വരുമ്പോഴുള്ളൊരു മനുഷ്യൻ്റെ ചിന്ത വേണ്ടത്. കുറേ ദിവസമല്ല അവരുടെ വീട്ടിൽ നിന്ന് ആരും പള്ളിയിലേക്ക് വരാത്ത, ആ വീട്ടിൻ്റെ മുറ്റത്ത് കാർ അങ്ങനെ തന്നെ നിർത്തിയിട്ടിട്ട് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിഷമമുണ്ടോ? അതാണ് അനുയായികളിൽ ആരെങ്കിലും 3 ദിവസം പള്ളിയിൽ കണ്ടില്ലെങ്കിൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുന്നു പറയണത്. അപ്പോൾ ചുറ്റുവട്ടത്തെക്കുറിച്ച് അന്വേഷിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കുക, അത് വളരെ വളരെ പ്രധാനമാണെന്ന് അർത്ഥം.
കുറേ ഇബാദത്തുണ്ടാവുക എന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. കുറേ നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഒരു പെണ്ണ് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവളുടെ നാവ് കൊണ്ട് പലതും അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹിയ ഫിന്നാർ, നരകത്തിലാണ്. വേറെ ഒന്നും ചോദിച്ചില്ല. വേറൊന്നുമില്ല, ഹിയ ഫിന്നാർ, വേറെ വർത്താനൊന്നുമില്ല. പൂച്ചനെ കെട്ടിയിട്ട പെണ്ണെന്നെ നരകത്തിലാണ്. പിന്നെ അയൽവാസിനെ ബുദ്ധിമുട്ടിച്ചാൽ പറയാനുണ്ടോ? പൂച്ചയെ ബുദ്ധിമുട്ടിച്ചാണല്ലോ മറ്റേത് പ്രശ്നമല്ല. അതെ പറയുന്നത്. അതുകൊണ്ടാണ് ഔലിയാക്കളൊക്കെ പറയണത് കുറേ നിസ്കരിക്കുക, കുറേ നോമ്പെടുക്കുക എന്നതിലപ്പുറത്ത് സലാമത്തുസദർ, ആരോടും വെറുപ്പില്ലാതിരിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ വളരെ കൂടുതൽ ഫിറ്റാവുക അയൽവാസികൾക്കായിരിക്കും. വെറുപ്പില്ലാതിരിക്കുക, നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കുക, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുക അയൽവാസികളോടായിരിക്കും. അതെ അതെ അതെ. എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ആളുകളും അയൽവാസികളായിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാവും, ചെറിയ അസ്വസ്ഥതകൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഔലിയാക്കളൊക്കെ ആരെങ്കിലുമൊക്കെ അവർക്ക് ഹദിയ സ്വതക്കയൊക്കെ കൊണ്ടു കൊടുത്താൽ ഈ കൊണ്ടുവന്ന ആൾ അയൽവാസിയെ പരിഗണിക്കാത്ത ആളാണോ എന്ന് നോക്കും. അവരുടെ അയൽവാസിയെ. അതെ അതെ. അങ്ങനെ പരിഗണിക്കാത്ത ആളാണെങ്കിൽ നീ ആദ്യം അവിടെ കൊടുക്കുക, എന്നിട്ട് മതി നിൻ്റെ ഹദിയ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുമെന്ന് ഷെഹ്റാൻ ഇമാം റഹിമുള്ള പറയുന്നുണ്ട്. അയൽവാസികളെ നോക്കിയിട്ട് വന്നാൽ മതി 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 മതി. പലപ്പോഴും നമ്മളും അത് ശ്രദ്ധിക്കണം തോന്നുന്നു. നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നതിലപ്പുറത്ത് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ മതത്തിലൊരു നിയമം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിക്കിയായിലുണ്ടല്ലോ, അമ്മൽ മൊഴയിലു ഫലാ യജൂസു കൊഴുതുഹു അൻമക്സബിൻ അയ്യാലിഹി മുത്തവക്കില. സ്വന്തം കുടുംബത്തെ മര്യാദയ്ക്ക് ചിലവൊന്നും കൊടുത്ത് നോക്കാതെ ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. അത് അയാൾ സിയാറത്തിന് പോയാലും ശരി, എന്തായാലും ശരി, കുടുംബത്തിനെ നോക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കുടുംബത്തിനെ നോക്കുക എന്ന് പറഞ്ഞാൽ വെറും ഗൂഗിൾ പേ ചെയ്യൽ മാത്രമല്ല കേട്ടോ. അത്വഅമഹും മിൻ ജൂ മാത്രം പോരാ, വആമനഹും മിൻ ഖൗഫ് കൂടി ഉണ്ടാവണം എന്നല്ലേ. പേടിയില്ലാതിരിക്കണം, നമ്മളെ കുടുംബത്തെ പേടിയില്ലാതിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഒരിക്കലും മുഅ്മിനാവില്ല, ഒരിക്കലും അയാൾ വിശ്വാസിയല്ല, യഥാർത്ഥ മുഅ്മിനല്ല എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കുക, ആരെക്കുറിച്ചാണ് നബി ഇത്ര ഗൗരവത്തിൽ പറയണത്? അയൽവാസിക്ക് ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാൾ ശരിക്കും മുഅ്മിനല്ല. നമ്മളെ അയൽവാസി നമ്മെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, പറഞ്ഞാൽ അയാൾ കാറെടുത്ത് വരുമ്പം തന്നെ പക്കത്തുള്ള കുട്ടികൾക്കൊക്കെ മരണപ്പേടി. പിന്നെ കലമ്പോ ചൂടാവോ അടിക്കുവോ, പിന്നെ ജസ്റ്റ് കേസ് പറയാനാണോ വരുന്നത്, ഭയങ്കര ഒരു ബേജാറുണ്ടാവുമല്ലോ ചില ആളെ കാണുമ്പോൾ തന്നെ. അപ്പോൾ അയൽവാസിക്ക് നമ്മെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ മുഅ്മിൻ അല്ല എങ്കിലേ, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, ഭാര്യക്കൊക്കെ പേടിയുള്ള ആളുണ്ടാവും. ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ കേസ് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കേൾക്കുന്നതല്ലേ, കുത്തിക്കൊന്നു, പരലോക ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് പിന്നെ സഹാബി ഇമാം എഴുതി വെക്കുന്നുണ്ട് ഹദീസിനെ വിശദീകരിച്ചിട്ട്, സ്വന്തം കുടുംബത്തെ ദുനിയാവിന് വേണ്ടി കൊന്നുകളയുക, ഉപ്പനെ, സഹോദരനെ. അപ്പോൾ അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇത്തരം ലഹരി കേസുകളിലൊക്കെ പെട്ട ആൾ എന്നെ എന്തെങ്കിലും ആക്കിയേക്കോന്ന് ഉമ്മാക്ക്, ഉപ്പാക്ക്, അച്ഛനമ്മക്ക്, സഹോദരിക്ക് പേടിയാവുകയാണെങ്കിൽ അയൽവാസിക്ക് പേടിയായാൽ തന്നെ നല്ല മുഅ്മിനല്ല. സേവ എന്നുള്ളതിൻ്റെ അടിസ്ഥാന ക്വാളിറ്റി ആയിട്ട് പറഞ്ഞൊരു സാധനമാണ്. അതാണ് ഗൗരവത്തിൽ. എന്താണിപ്പോൾ നമ്മൾ അയൽവാസികളോട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്നായിരിക്കും പിന്നെ നമ്മളടുത്ത് അല്ലേ. ഒന്നാമത്തത് നമ്മെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും. അതെ, അതെല്ലാ മഹാന്മാരും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചൊരു കാര്യം. രണ്ടാമത്തത്, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അതൊന്ന് ക്ഷമിക്കുക, വലിയ സംഭവമായി എടുക്കാതിരിക്കുക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയാൾ ഒരു പാവം മനുഷ്യനാണ്. പകല് ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കള്ളു കുടിക്കും. രാത്രി എഴുന്നിട്ട് പാട്ടൊക്കെ പാടി ഒച്ചപ്പാടാക്കി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉറക്കം വരില്ല, ഉറക്കം കിട്ടൂല എന്നല്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒന്ന് വിശ്രമിക്കാൻ വിചാരിച്ചാലോ ഇബാദത്ത് ചെയ്യാൻ കരുതിയാലോ ഈ ശബ്ദം ഭയങ്കരമായിട്ട് ശല്യമാവും. ഒരു ദിവസം ഈ ശബ്ദം കേൾക്കണില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിന്നെ നിയമപാലകർ, പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്.
അബൂ ഹനീഫ റളിയല്ലാഹു വലിയൊരു ആലിമൊക്കെ ആണല്ലോ, നാട്ടിൽ ഒരു പിടിപാടുള്ള ആളായതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി, എൻ്റെ അയൽവാസിയാണ്, ഒന്ന് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് മൂപ്പരെ രക്ഷപ്പെടുത്തി. കൊണ്ടുവന്ന് തിരിച്ചു വരുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു ചോദിച്ചു, നമ്മളെല്ലാം വിട്ടോ സഹോദര, നമ്മളെല്ലാം ഒഴിവാക്കിയോ? നിങ്ങളെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയേ. പിന്നെ അയാൾ കള്ളു കുടിച്ചിട്ടില്ല, നിർത്തി. അതൊരു ഭയങ്കര സന്ദേശമായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കും വിഷമാവരുത് മാത്രമല്ല, വിഷമം സഹിക്കാന്ന് പറയുന്നത്. ഇസ്ലാമിക ലോകത്ത് ഇഷ്ടം പോലെ ചരിത്രങ്ങൾ നമുക്കത് നമ്മളുടെ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുക അബൂ ഹനീഫ ഇമാമൊക്കെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ ജീവിച്ചായിരിക്കും, ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ വലിയ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയായിരിക്കും ഇമാമിങ്ങൾ അവർക്ക് അത്ര സാഹചര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ചെയ്യായിരിക്കും. ഈ അയൽവാസിയെ കൊണ്ടൊക്കെ ഇത്ര വലിയ പ്രയാസത്തെ എങ്ങനെയൊക്കെ സഹിച്ചു പോയതില്ല എത്ര കാലം. ഒരുപാട് ഔലിയായിൻ്റെ ചരിത്രത്തിലുണ്ട്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹുവിൻ്റെ പിന്നെ അയൽവാസി ഒരു മജൂസിയായിരുന്നു, തീയാരാധകനായിരുന്നു. സഹ്ൽ റളിയല്ലാഹു വഫാത്താവാറായപ്പോൾ ഒരാളെ കൊണ്ട് ഒന്ന് എൻ്റെ അയൽവാസിയെ വിളിക്കുമെന്ന് വെച്ച് വിളിപ്പിച്ചു. അയാളോട് പറഞ്ഞു, നമ്മൾ 10 കൊല്ലമായി അയൽപക്കം വന്നു, 10 കൊല്ലം നമ്മൾ തമ്മിൽ ഒരു തെറ്റുമില്ല, ഒരു പ്രയാസമില്ല. പിന്നെ എനിക്കൊരു കാര്യങ്ങളോട് ഓപ്പണായി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ള ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളം എൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് ആ പൈപ്പ് പൊട്ടിയിട്ട് വരുന്നത്. 10 കൊല്ലമായിട്ട് ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനത് അറിയിക്കാനൊന്നുമല്ല നിങ്ങൾ വിളിപ്പിച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരാ താമസിക്കലെന്നറിയില്ല. അന്ന് നിങ്ങൾക്ക് എൻ്റെ അയൽവാസിയെ നിങ്ങൾക്ക് പ്രയാസമാവരുത്. അന്ന് എൻ്റെ ജീവിതകാലത്ത് ഏതായാലും സഹിൽ വേറെ ആരെയും പ്രയാസപ്പെടുത്തൂല. അന്ന് നിങ്ങൾക്ക് എൻ്റെ മരണശേഷം എൻ്റെ അയൽവാസിക്ക് പ്രയാസമാവരുത് എന്ന് പറയുമ്പോൾ അയാൾ കരഞ്ഞുപോയി. 10 കൊല്ലം സ്വന്തം കൈകൊണ്ട് അയൽവാസിയുടെ വേസ്റ്റ് വൃത്തിയാക്കണല്ലേ. ഇതാണ് ഈ 2 സാധനം ഉണ്ടായിട്ടോ. ഈ ചിലർ വിചാരിക്കുന്ന നമ്മുടെ അയൽവാസികളൊക്കെ നമ്മുടെ അതേ മതത്തിൽപ്പെട്ടവരും നമ്മൾ വിചാരിക്കുന്ന അതേ ലൈനിൽ പോകുന്നവരാണെങ്കിൽ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അല്ലാത്തവരാണെങ്കിൽ നോ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ പാടില്ലല്ലോ. കുടുംബക്കാരായ അയൽവാസികൾ, മതത്തിൽപ്പെട്ടവർ, മതത്തിൽപ്പെടാത്തവർ എല്ലാവരും അയൽവാസികളായിട്ടാണല്ലോ നമ്മളെ മതം പരിഗണിക്കുന്നത്. മാത്രമാണ് പറഞ്ഞത്, അതെ, വേറെ നിബന്ധനയില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരെ അറവൊക്കെ നടത്തിയാൽ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അവർ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൊടുക്കും. അത് മതത്തിൻ്റെ വേലിക്കെട്ടും അത് ജാതി അതൊന്നും നോക്കണ പരിപാടിയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നുൽ മുഖഫ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അവർ തൻ്റെ അയൽവാസി കടം കയറിയിട്ട് വീട് വിൽപ്പനക്ക് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാൻ പറയാ, ഞാൻ എത്ര കാലം ഈ വീടിൻ്റെ തണൽ കൊണ്ടിട്ടുണ്ട്, അതിലോടൊപ്പം മുതൽ തണൽ അനുഭവിക്കില്ല. ഞാൻ തണൽ അനുഭവിച്ച ഒരു വീട്ടിൻ്റെ ഉടമസ്ഥൻ കടം കയറിയിട്ട് വിൽപ്പന നടത്താനോ, പിന്നെ എന്നെ എന്തിനാ കൊള്ളുക? എത്രയാണോ കടം, ആ കടം വീട്ടിയിട്ട് നിങ്ങൾ വിൽക്കരുത് എന്ന് പറഞ്ഞത്ര ഫ്രീ ആയിട്ട് കൊടുത്തു. കടം വീട്ടി ആലോചന പോകുന്ന പോക്കില്ലേ. അതെ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കണം. മൂന്നാമത്തത്, അവരുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ മാനിക്കണം. ഒന്നും കേൾക്കാൻ പോകരുത്. അവിടുന്ന് എന്താ പറയുന്നത്, എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നുണ്ടാവോ, സംശയമൊക്കെ. അയൽവാസി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഫ്ലാറ്റിലായാലും നമ്മളെ വീട്ടിൽ തന്നെ വേറെ ബെഡ്റൂമൊക്കെ ഉണ്ടാവുമല്ലോ. ജ്യേഷ്ഠത്തെയും പുതിയാപ്പിളയും ജ്യേഷ്ഠനും അമ്മയും ഒക്കെ വേറെ തരം സ്വന്തം വീട്ടിലെ അയൽവാസിയാണല്ലോ. എന്തിനാണ് ആൾക്ക് നമ്മൾ കേൾക്കാൻ പോണത്? അതൊന്നും ഒരു ശരിയുള്ള റൂട്ടല്ല സംഭവം. നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഈയം ചൂടാക്കിയിട്ട് ആഹ്റത്തിൽ ഒഴിക്കും എന്നാണ് കട്ട് കേൾക്കാൻ. അതൊന്നും അതിന് നിൽക്കരുത്. അതെ. അപ്പോൾ അവരുടെ രഹസ്യം കേൾക്കരുത്, കാണരുത്. ഒരു മഹാൻ ഒരിക്കൽ പിന്നെ ഈ എന്താ പറയുക, ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് എന്തോ ആവശ്യത്തിന് നിന്നപ്പോൾ താഴെ അയൽപക്കത്തുള്ളൊരു സ്ത്രീയെ കണ്ടുപോയി. മഹാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറൂല. എന്ന് പറഞ്ഞാൽ ഒരു അയൽവാസിയുടെ രഹസ്യം ഞാനായി ഹനിക്കപ്പെടാൻ പാടില്ലല്ലോ, കളയാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ വിഭവങ്ങൾ ഷെയർ ചെയ്യാം, അത് അയൽവാസിയോട് കാണിക്കേണ്ട പ്രധാന മര്യാദയാണ്. പ്രത്യേകിച്ച് നല്ല വിഭവങ്ങൾ കവറിലൊക്കെ ആക്കി ഫ്രൂട്ട്സ് സ്നാക്സ് ഒക്കെ കൊണ്ടുവരുമല്ലോ, പാവങ്ങളുണ്ടാവും.
നമ്മളെ വീട്ടിൽ തന്നെ വിഭവങ്ങൾ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് അപ്പുറത്തെ കുട്ടികൾക്കും അപ്പുറത്തെ വീട്ടിലെ ഗർഭിണികൾക്കൊക്കെ പിന്നെ മണക്കുന്ന സമയത്ത് അവർക്കൊരാഗ്രഹം വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു യങ്ങായ ഒരു തങ്ങളെ ഉസ്താദിന് എൻ്റെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അയൽവക്കത്തൊക്കെ ഇങ്ങനെ പാവങ്ങളെയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ കുറേ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികം ഇങ്ങനെ പറഞ്ഞതാ, ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അയൽവക്കത്ത് ഒരു യത്തീമായ കുട്ടിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോന് എങ്ങനെയാണോ പൊതിഞ്ഞ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് അതേപോലെ ഒരു പൊതി പൊളിക്കാതെ ഗൾഫിൽ നിന്ന് തന്നെ കൊണ്ടുവരും. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് വേറെ പാക്ക് ചെയ്യുന്നതല്ല, അത് വന്ന ദിവസം തന്നെ എൻ്റെ മോന് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അടുത്ത വീട്ടിലേക്ക് കൊടുക്കും. ഞാൻ ആ സന്തോഷം കണ്ടിട്ട് എനിക്ക് പോയി വരുമ്പോഴേക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അതാണ്. ആ കുട്ടിക്ക് ആ പൊതി ഇങ്ങോട്ട് പൊളിക്കുകയോ, അവന് ഉപ്പില്ലല്ലോ, ആ ഉപ്പില്ലാത്ത കുട്ടി ആ പൊതി പൊളിക്കുമ്പോൾ ആ ഉമ്മയും ആ വീട്ടുകാരും പറയുന്നത് സംഗതി തന്നതല്ല. പല പേർക്കാരും ഇപ്പോൾ നമ്മളൊക്കെ കൊടുക്കും, ചിലപ്പോൾ കൊണ്ടുവന്നതിൽ 5 മിഠായി അങ്ങോട്ട് എടുത്ത് കൊടുക്കും, രേഷൻ 2 കാരക്ക കൊടുക്കും, അങ്ങനെ നമ്മളൊക്കെ കൊടുക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോഴേ അയൽവാസിയുടെ വീട്ടിലേക്ക് ഇതേപോലെ എൻ്റെ മോന് എന്ത് പൊതിയാണോ, ഇപ്പം എന്നോട് പറഞ്ഞു എൻ്റെ മോന് ഞാനൊരു കളിപ്പാട്ടം വാങ്ങിയെങ്കിൽ അതേപോലെ ഒരു കളിപ്പാട്ടം ആ പൊതിയിലുണ്ടാവും. ഇവിടെ വന്നിട്ട് പൊളിച്ചിട്ട് എനിക്കതാ വേണ്ടി എന്നാ ഓന് ഇത് കൊടുത്തേക്കല്ലേ, അങ്ങനെയില്ല. ഈ കുട്ടി വീട്ടിലെ കുട്ടി അറിയുന്ന പോലില്ല അവിടേക്ക് എന്താ കൊടുത്തത്, പിന്നെ ഷെയർ ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ. വല്ലാത്തൊരു കരുതലായിട്ട് എനിക്കും തോന്നിയത്. അത് നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്, ഭയങ്കര സന്ദേശമാണ് അത് ഗസാലി ഇമാം റഹിമഹുല്ലാ ഇഹ്യയിൽ പറയുന്നുണ്ട്. ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സമപ്രായക്കാർ കളിക്കൂട്ടുകാർക്ക് അവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. വളരെ ചെറുപ്പത്തിലെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ, ടോയ്സ് ആൻഡ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. അയൽവാസി വരുമ്പോൾ എല്ലാം അടച്ചു വെച്ച് ആരും കാണിക്കണ്ടെന്നൊക്കെയല്ല വേണ്ടി, ചിലരൊക്കെ അങ്ങനെ പറയാം. പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ മാഊൻ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ. നിത്യോപകരണ സാധനങ്ങൾ വായ്പ കൊടുക്കാൻ വേണ്ടി മാത്രം എക്സ്ട്രാ വീട്ടിൽ വാങ്ങി വെക്കുന്ന മഹാന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സൂചി, നഖക്കട്ടർ, കത്രിക, പിന്നെ സ്റ്റൂള്, പ്ലേറ്റ്, സ്പൂണ്, അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സാധനങ്ങൾ എക്സ്ട്രാ അവർ വാങ്ങി വെക്കും വായ്പ ഉദ്ദേശിച്ചിട്ട് മാത്രം. വയംനഊനൽ മാഊൻ എന്നുള്ളത് പരാജയപ്പെട്ടവരുടെ അടയാളമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അതിൽ പെട്ടുപോകരുത് ശ്രദ്ധയാണ്. അയൽവാസികൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് വീട്ടിൽ എക്സ്ട്രാ വാങ്ങി കൊണ്ടുവെക്കൽ സുന്നത്ത് കൂടിയാണെന്ന് ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് സുന്നത്താണ് സംഭവം. എൻ്റെ വീട്ടിലുള്ള പ്ലേറ്റ് അപ്പുറം കൊണ്ടുപോയാൽ എന്തോ ആയിപ്പോവോ എന്നുള്ള വളരെ നമ്മൾ ഈ കബറിലേക്ക് ഈ പ്ലേറ്റെല്ലാം കൊണ്ടുപോകും. ആ കൊടുത്ത നന്മ അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുപോകാനില്ല. അതാണ് ഒരു നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. ചിലപ്പോൾ ഒക്കെ വീടുകളിൽ ഈ നല്ല പ്ലേറ്റ് ചിലവർ അങ്ങനെ തന്നെ വെച്ചേക്കും, ആ പെട്ടി പൊളിക്കൂല. ഇത് കൊടുത്താൽ തന്നെ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റേ കൊടുക്കാവൂ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാറുണ്ട്. അതിന് ആ നല്ലത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഇല്ലേ, ഇത് ഭയങ്കര കാഴ്ചപ്പാട് തന്നെ. അയൽവാസിക്ക് ഗുണം ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മഹാന്മാരുടെ ചരിത്രം വായിക്കും, നമ്മൾ അത്ഭുതപ്പെട്ടു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവൊക്കെ തൻ്റെ അയൽവാസിയുടെ പട്ടിക്ക്, നായക്ക് ഭക്ഷണം പ്രത്യേകമായി കരുതി വെച്ച് എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കും. അത്ര തടിക്കട്ടെ എന്ന് പറയും, കുറച്ച് തടിക്കട്ടെ, ഉഷാറാവട്ടെ, കുട്ടികളോടൊക്കെ പറയും പോലെ. അതെ അതെ അതെ, ഒന്ന് ഉഷാറാവട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയൽവാസിയുടേത് എനിക്ക് എന്തൊക്കെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതൊക്കെ അയൽവാസിക്ക് കൂടി കിട്ടണം എന്ന് വിചാരിക്കണമെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ നായയെക്കുറിച്ചും ചിലരിങ്ങനെ പറയാറുണ്ട്, മുസ്ലിങ്ങൾ നായയെ ഓടിക്കുകയാണ് ചെയ്യുക, നായക്കൊന്നും കൊടുക്കൂല. അങ്ങനെ ഇല്ലല്ലോ അല്ലേ, നായക്കും വെള്ളം കൊടുത്തോണ്ട് സ്വർഗത്ത് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ ചരിത്രങ്ങളുണ്ടല്ലോ, ഒന്നൊന്നും അല്ല. അത് നമ്മൾ വായന ഒന്നിൽ ഒതുക്കരുത് എന്ന് തോന്നുന്നു. റിഫായ് റളിയല്ലാഹുവിൻ്റെ നാട് ഉമ്മു അബീദയാണല്ലോ. ആ നാട്ടിലേക്ക് കുഷ്ഠരോഗം പിടിപെട്ട നായ വന്നത് കണ്ടപ്പോൾ റിഫായ് ശൈഖ് ആലോചിക്കണത് പിന്നെ കല്ലെവിടെയെന്നല്ലല്ലോ, ഈ നായൻ്റെ വിഷയത്തിൽ എൻ്റെ റബ്ബായ അള്ളാഹു ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? ആ ചോദ്യം റിഫായ് ശൈഖിന് ഇട്ടുകൊടുത്തത് റിഫായ് ശൈഖിൻ്റെ ഉസ്താദുമാരാണ്. റിഫായ് ശൈഖ് പഠിച്ച മതമാണ്, അതാണല്ലോ. പിന്നെ 40 ദിവസം രാവിലെയും വൈകുന്നേരം റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു അതിന് മരുന്ന് വെച്ച് കൊടുക്കുന്നു. അതിനായി ഒരു ടെൻറ്റ് കെട്ടിയത്രേ. മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, റിഫായ് ശൈഖ് നമ്മുടെ MLT-കാരൊക്കെ ലാബ് ടെക്നീഷ്യൻസൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ആയിരിക്കും. അപ്പോഴാണ് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പിന്നെ 7 പ്രാവശ്യം കൈ കഴുകുന്നുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണല്ലോ. നമ്മുടെ നായ ഒഴിവാക്കല്ല. അല്ല 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 അല്ല
എന്നിട്ട് റിഫായ് ഷെയർലി അള്ളാഹുവിന് ആ 40 ദിവസം കഴിഞ്ഞിട്ട് അതിന് ആരോഗ്യം തിരിച്ചു കിട്ടി, മരുന്നും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത ആ നായ ആരോഗ്യത്തോടെ തിരിച്ചു പോകുമ്പോൾ റിഫായ് ഷെയ്ൻ്റെ മനസ്സിൽ കിട്ടുന്നൊരു സുഖമുണ്ട്, നമ്മുടെ മതം സന്തോഷത്തോടെ കൊടുക്കുന്നൊരു സുഖം. ഈ റിഫായ് ഷെയ്ഖാണ് തിരുറൗലയിൽ പോയിട്ട്, അഹമ്മദ് മനസ്സുകൊണ്ട് എപ്പോഴും റൗലയിലാണ്, ഇപ്പം ശരീരമടക്കം വന്നിട്ടുണ്ട്, നീട്ടിത്തരണ നബിയെ കൈ എന്ന് പറയുമ്പോൾ ആ മണ്ണിനോട് ചേർന്ന മോനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടി കൊടുക്കുന്ന ചരിത്രം 500 ആൾ കണ്ടെന്ന് സുഹൃത്തിമാൻ പറയുന്നുണ്ടല്ലോ. അത് ഒരുപാട് ചരിത്രമുണ്ട്. അബൂ ഇസാഖു ഷിറാസി റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ഉസ്താദല്ലേ വരുന്നതെന്ന് വിചാരിച്ചിട്ട് നായനെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിനും എനിക്കും വഴി 50-50 അതിനും ഇതേ അവകാശം ഉണ്ടല്ലോ, അത് അതിലൂടെ പോയിക്കൂടെ, നമുക്ക് ഇതിലൂടെ പോവാം. അപ്പോൾ ചത്ത നായനെ കണ്ടപ്പോൾ ഭയങ്കര ദുർഗന്ധാണല്ലോ എന്ന് കൂടെയുള്ള ആൾ പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതിൻ്റെ പല്ല് നല്ല വെളുപ്പുണ്ടല്ലോ, പോസിറ്റീവ് പറയൂ. അതാ പറയണത്. നായനെ പോലും നായൻ്റെ മോനെ എന്ന് വിളിച്ചപ്പോൾ ഉടനെ തന്നെ മകനെ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു തിരുത്തിയല്ലോ, അത് നിന്ദിക്കുന്ന വാക്കാണ്. നായക്കുണ്ടായ കുട്ടി തന്നെയാണ് ഈ നായ, ശരിയാണ്, പക്ഷേ ആ വിളി ചീത്തപ്പേരായി പോകും, വിളിക്കരുത്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരാണെങ്കിലും മനുഷ്യേതര ജീവികൾ ആരാണെങ്കിലും അവരൊക്കെ പരിഗണിക്കണം. സിറാത്ത് പാലത്തിൽ നിന്ന് വരെ ഉണ്ടാവുന്നൊരു ചോദ്യമാണ്, അയൽവാസികൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടോ നിന്നെക്കുറിച്ച് ചോദിക്കും. പരലോകത്തും ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അയൽവാസി നമ്മളെക്കുറിച്ച് നല്ല പറയണം, ഫ്ലാറ്റിലും കമ്പനിയിലും കൊളീഗ്സ് ആയവർ ജോലി സ്ഥലത്ത് എല്ലായിടത്തും അവർ നല്ലത് പറയണം, നല്ല കമൻറ്റ് കാണും. അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഗസ്സലഹൂന്നാണ്, അയാളെ തേനാക്കി മാറ്റും. ഹദീസാണ്, തേനാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ഈ തേൻ എപ്പോഴും മധുരമാണല്ലോ. മഹാന്മാരായ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, അയാൾ നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും അയാൾക്ക് നല്ല വർത്തമാനം പറയാനുണ്ടാവും അയാളെക്കുറിച്ച്. അയാളൊരു തേനാണ്, തേന് പോലത്തെ ഒരു ജീവിതം. അപ്പോൾ നമുക്ക് പിന്നെ തേനുള്ള ജീവിതം നയിക്കണം എന്നാണ് ഈ ഒരു കോണ്ടന്റ് നമുക്ക് മനസ്സിലാക്കി തരണം. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുള്ള സയ്യിദായ വലിയ മഹാനാണ്. മഹാനവറുകൾ ഈ പാവങ്ങളെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ അന്വേഷിക്കും. അവരൊക്കെ മഹാൻ്റെ അടുത്ത് സഹായത്തിന് വേണ്ടി വരികയും ചെയ്യും. ഭാര്യ ചോദിച്ചു, ഇങ്ങനെയൊക്കെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ നിങ്ങളുടെ അടുത്ത് വരാത്ത, നമ്മുടെ അയൽവക്കത്ത് നാട്ടിൽ ചുറ്റുവട്ടത്ത്, അവർ നിങ്ങളുടെ അടുത്ത് വരൂല എന്തായാലും, അവരുടെ അഭിമാനം പോകണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണ്ടേന്ന് ഭാര്യൻ്റെ ചോദ്യം. സൈനബ ഒരു പള്ളിക്ക് 10,000 രൂപ സംഭാവന കൊടുക്കാനുണ്ട്, ഞാൻ 5,000 കൊടുക്കുക, നീ 5,000 കൊടുക്കുന്നുണ്ടോ എന്ന് സുൽത്താനിൽ ഭാര്യനോട് ചോദിക്കാറുണ്ടല്ലോ, വിശ്വാസപൂർവ്വത്തിൽ പറയുന്നത്. അതെ. അലിക്കുഞ്ഞി ചെറിയ ഉസ്താദ് എവിടെ എത്തിയാലും എവിടെ പോയാലും ഏത് സ്ഥലത്ത് ഇറങ്ങിയാലും, ട്രെയിൻ ഇറങ്ങിയാലും കാർ ഇറങ്ങിയാലും മൊബൈലൊന്നും ഇല്ലാത്ത കാലത്തും എങ്ങനെയെങ്കിലും സംവിധാനിച്ചിട്ട് മറിയൂനെ വിളിക്കാണ്ട് എനിക്ക് സമാധാനമാവില്ല എന്ന ഉസ്താദ് പറയില്ലേ. തിരുറൗലയിൽ പോകുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ആരംഭക്കനിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചത്ര ചെറിയ ഉസ്താദിനോട് എന്താ പറയാം, ഞാൻ പറയും, ആരംഭപ്പൂവായ മുത്തുനബിയെ, എൻ്റെ മറിയു എൻ്റെ ഒന്നിച്ച് കൂടിയിട്ട് 30 കൊല്ലത്തിന് മേലെ ഓള് എന്നെ നല്ല പാങ്ങിൽ നോക്കിയിട്ടുണ്ട് ഇതുവരെ, നല്ല പാങ്ങിൽ, കാസർഗോഡ് ഭാഷയിൽ നല്ല വൃത്തിയിൽ നോക്കിയിട്ടുണ്ട്, തങ്ങൾ ഓളെയും പരിഗണിക്കണേന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് ഈ നന്മയിൽ കൂട്ടുകൂടുന്നവർ സ്വർഗത്തിൽ ഒന്നിച്ചായിരിക്കും എന്നുള്ളതിനാണ് ഹും വാസുവാജുഹും എന്ന് ഖുർആൻ പ്രയോഗിച്ചേക്കുന്നത്. അപ്പോൾ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവർക്കൊക്കെ വീട്ടിൽ വന്നവർക്കൊക്കെ സഹായം കൊടുക്കുമ്പോൾ ഇങ്ങനെ വരാത്തവരെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കുറേ വീട്ടുകാരെ കണ്ടെത്തി. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എപ്പോഴും പാതിരാത്രി ഈ കുറച്ച് സെയ്ത്തെണ്ണ, ഗോതമ്പ്, അങ്ങനെ ഫുഡിൻ്റെ കിറ്റ്, കുറച്ച് ദിർഹം ഇങ്ങനെ തിരുകിയിട്ട് സഞ്ചിയിലാക്കിയിട്ട് 2 വലിയ വടിക്കഷ്ണം എടുത്തിട്ട് മുമ്പിലും ബേക്കിലും ആയിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ടു. വലിയ മഹാനാണ്. സൈനുൽ ആബിദീൻ എന്ന് പേരെന്നെ വന്നത് അത്രയും വലിയ ആബിദായുണ്ടാകും. ആബിദീങ്ങളുടെ സൈനാണ് എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ നടന്ന് ഓരോ വീട്ടിൻ്റെയും സ്റ്റെപ്പുമ്മൽ വെച്ചിട്ട് പറയും, ഫ്രം അഡ്രസ്സ് അന്വേഷിക്കേണ്ടതില്ല, നിങ്ങൾക്കിത് ഹലാലാണ്, നിങ്ങൾ ഫ്രം അഡ്രസ്സ് അന്വേഷിക്കേണ്ട, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഏകദേശം 100 വീട്ടുകാർക്ക് അങ്ങനെ കിറ്റ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനവറുകൾ.
ലാസ്റ്റ് ഈ വീട്ടുകാർക്ക് മഹാനാണ് ഇത് എത്തിക്കുന്നതെന്ന് മനസ്സിലായത് കാലങ്ങൾ കഴിഞ്ഞിട്ട്. മഹാൻ വഫാത്തായ അന്ന് മുതൽ കിറ്റ് എത്തുന്നില്ല. അപ്പോഴും കൺഫർമേഷൻ വരുത്തണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മനസ്സിലാവുന്നത് ഓറെ ജനാസ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇവിടെ കറുത്ത പാടുകളുണ്ട് അയൽവാസികളിലെ ചുമന്നതിൻ്റെ. നമ്മൾ അയൽവാസിക്ക് വേണ്ടി ജിവാർ എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രയോഗിക്കുന്നത്. ഓരോ സംഗതികളും കേൾക്കുമ്പോൾ നമ്മൾ എത്ര ദൂരെയാണെന്നുള്ളൊരു ലജ്ജയും കൂടി നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ എത്രയാണ് അവർ ശരിക്കും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അയൽവാസികളായി പരിഗണിക്കുമ്പോൾ തൊട്ടു മുമ്പിലുള്ള ബൈക്കുകാരൻ, അപ്പുറത്തുള്ള കാറുകാരൻ, എല്ലാവരും നമ്മളെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്. നമ്മളൊരു തേനാവണം, സുഗന്ധമാവണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുഗന്ധം പടരണം. അല്ലാഹു അങ്ങനെ ആക്കട്ടെ.